അന്ധവിശ്വാസത്തിനടിമയായിരുന്നു, കടുത്ത അന്ധവിശ്വാസിയായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഭാര്യ സഹോദരന്മാർ അടക്കമുള്ളവർ. ഇതാ നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാമായിരുന്നു. പലതരത്തിൽ ഭീഷണി മുഴക്കി നാട് നീളെ പലരോടും പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഒരു ശ്രദ്ധ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ്. തീർച്ചയായും. അതായത് ഇയാൾ പലരോടും ഇത്തരത്തിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെന്ന പലരും, ഇപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞത് 3 പേരുടെ പേരാണ്. പക്ഷേ പലരും പറയുന്നത് തങ്ങളെയൊക്കെ ഇയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന് മുൻപുള്ള ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇയാളുടെ അമ്മാവനോട് ഇയാൾ പറഞ്ഞത് ഒരാളെ കൊന്നാലും 3 പേരെ കൊന്നാലും കിടക്കുന്നത് ഒരേ ജയിലിലാണെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നടത്തിയ ഒരാളാണ്. അത്തരത്തിൽ ഒരു വലിയ പ്രശ്നമായ ആ പ്രദേശത്ത് നിലനിന്നിരുന്ന ഒരാളാണ്. ഇന്നലത്തെ ഒരു ജനകീയ രോഷത്തിനൊക്കെ കാരണം അതുകൂടിയാണ്. കാരണം അത്തരത്തിൽ പലരെയും ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ പ്രദേശവാസികൾക്കാകെ തന്നെ ഭയത്തിൻ്റെ നിഴലിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വലിയ ജനകീയ രോഷമുണ്ടായത്. ഇപ്പോൾ ഭാര്യയുടെ സഹോദരൻ പറഞ്ഞത് അവരുടെ ഭാര്യയെ കൂടി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതാണ്. സുധാകരൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഈ ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാൾ അയാളുടെ ഭാര്യയാണ്, പിന്നൊന്ന് മകളാണ്, മകളുടെ ഭർത്താവാണ്. അപ്പോൾ ഇത്രയധികം സ്വന്തമായി ഇത്തരത്തിൽ വൈരാഗ്യമുള്ളവരെ ഇല്ലാതാക്കുക ആ മനസ്ഥിതിയിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അന്ധവിശ്വാസം ഇതിൽ ഈ കൊലപാതകത്തിലും എങ്ങനെ ഘടകമായി തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഗോകുൽ, നേരത്തെ ലിഷോയി ആ വീട്ടിൽ നിന്നും ആ മക്കളോട് സംസാരിച്ചു കൊണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിൽ ഈ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇയാളുടെ വീടിൻ്റെ പരിസരത്ത് പോലീസ് ഇല്ല എന്ന വിവരം ഇയാൾക്ക് കിട്ടിയത്, എങ്ങനെയാണ് അയാൾ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്, മറ്റാരെങ്കിലും ഇയാളെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു. ഇയാൾക്ക് 3 ഫോണുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പരിശോധിച്ചിരുന്നൊരു കാര്യം, ഇയാൾക്ക് 3 ഫോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരെണ്ണം എറിഞ്ഞു പൊട്ടിച്ചു, ഒരെണ്ണം ഒരു സുഹൃത്തിന് നൽകി, മറ്റൊരെണ്ണം എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു ഈ കൊലപാതകം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടായൊരു സാധനമല്ല. കാരണം ഇത് പ്ലാൻ ചെയ്ത് നടത്തിയൊരു കൊലപാതകമാണ് എന്നുള്ളത് നമുക്ക് കണ്ടാലറിയാം. കാരണം അത്തരത്തിൽ വിഷക്കുപ്പി അവിടെ ഒഴിഞ്ഞൊരു വിഷത്തിൻ്റെ കുപ്പി അവിടെ കളയുക, അത്തരത്തിലുള്ള പല സമീപനങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വളരെ വൈകാരികമായി നടത്തിയൊരു കൊലപാതകമാണെന്ന് ഇയാൾ അത്തരത്തിലുള്ള മൊഴികൾ പോലീസിന് നൽകിയാൽ പോലും അത് അങ്ങനെയല്ലാന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഫോൺ എറിഞ്ഞു പൊട്ടിക്കുക, പിന്നീട് കാടിനുള്ളിൽ ഒളിവിൽ താമസിക്കുക, കഴിഞ്ഞ 2019 ചെയ്ത അതേ രീതിയിൽ തന്നെ ഒളിവിൽ താമസിക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായത് ഇന്നലെ നിർണായകമായൊരു കാര്യം ഇയാളുടെ സഹോദരൻ്റെ മൊഴിയാണ്. സഹോദരൻ പറഞ്ഞിരുന്നു ഇയാൾ ഭക്ഷണം കഴിക്കാനായി ഇവിടേക്ക് വരുമെന്നും വീട്ടിലേക്ക് വരുമെന്നും. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് സേനയെ ആ പ്രദേശത്തേക്ക് വിന്യസിക്കുകയും അയാളെ പിടികൂടുകയും ചെയ്തത്. ഇയാൾക്ക് ഈ ഫോണുകൾ സുഹൃത്തിന് നൽകിയെന്ന് പറയുന്നുള്ളൂ. ഇയാൾ ആരുമായും സഹകരിക്കാത്തയാളാണ്, മിണ്ടാത്തയാളാണെന്ന് പറയുന്നു. അപ്പോഴും സുഹൃത്തുക്കളൊക്കെ അയാൾക്കുണ്ടോ? ഇയാൾ ഇത്തരത്തിലൊരു ദുഷ്ട സ്വഭാവം കാണിക്കുന്ന ആളാണ് എങ്കിൽ എങ്ങനെയാണ് സൗഹൃദങ്ങൾ ഉണ്ടാവുക? മാത്രമല്ല, ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പിന്തുണ ഇയാൾക്കുണ്ടായിരുന്നു? അതായത് അത് ഇപ്പോൾ മോത്തി സൂചിപ്പിച്ചൊരു കാര്യം, ഇയാൾക്ക് സുഹൃത്തുക്കൾ കാര്യമായിട്ടില്ല. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് പരിചയക്കാർ മാത്രമേ ഉള്ളൂ. ആ നാട്ടിൽ തന്നെ ആരും ഇയാൾക്ക് സുഹൃത്തുക്കളായിട്ടില്ല. ഒരു നാടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആരെങ്കിലും 1-2 പേരെങ്കിലും ഒരു സുഹൃത്തുക്കൾ ഉണ്ടാകും. അത്തരത്തിൽ ഒരു സുഹൃത്ത് പോലും ഇയാൾക്ക് ആ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സുഹൃത്ത് വലയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പമോ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഇയാൾ. അതുമാത്രമല്ല ഈ നാട്ടുകാരുമായി തന്നെ ഇയാൾക്ക് വലിയ എതിർപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സുഹൃത്ത് വലയമില്ല. മറ്റൊരാളുടെ സഹായം ഇതിന് ഏതെങ്കിലും തരത്തിൽ ഉണ്ടായതായി നിലവിലിപ്പോൾ പോലീസിനെ സംശയിക്കുന്നില്ല. പക്ഷേ ആ സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിൽ അന്ധവിശ്വാസം എങ്ങനെ ഘടകമായി തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.